ഹായ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മളുടെ +2 ഫിസിക്സ് ആരംഭിക്കാൻ പോവുകയാണ്. അത് തുടങ്ങുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ വീഡിയോ എപ്പോഴും അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ക്ലാസ്സിൻ്റെ നോട്ട് തയ്യാറാക്കണം. നെവർ എവർ ആസ്ക് ഫോർ ദ PDF ഓഫ് ദ ക്ലാസ്. അപ്പം നിങ്ങൾ തന്നെ സ്വന്തമായി തയ്യാറാക്കിയ നോട്ട് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പരീക്ഷയുടെ തലേദിവസമൊക്കെ ഈ വീഡിയോസ് എല്ലാം കാണാൻ കഴിയില്ല നമുക്ക്. അപ്പോൾ നമ്മൾ നോട്ട് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുക. ഇനി ആ നോട്ട് ബുക്ക് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയോ? നമ്മളുടെ വീഡിയോയിൽ നമ്മൾ എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം. അത് ഫണ്ടമെൻ്റൽ ഐഡിയാസ് ആയിരിക്കും, അത് ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇനി വേറൊരു കാര്യം കൂടി ഉള്ളത് എന്താണെന്നറിയോ? ടെക്സ്റ്റ് ബുക്കിൽ അതേ ഓർഡറിലായിരിക്കില്ല ഒരുപക്ഷെ നമ്മൾ പോവുക. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തെ ഓർത്ത് വേവലാതിപ്പെടേണ്ട. ബട്ട് വെൻ വി കംപ്ലീറ്റ് ദ ചാപ്റ്റർ എവറിത്തിങ് വിൽ ഫാൾ ഇൻ ഓർഡർ ആൻഡ് ഇഫ് യു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് യു വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. ഓക്കെ. ഇന്നലെ നമ്മുടെ വീഡിയോയിൽ കുട്ടികൾ വന്ന് കമൻറ്റ് ചെയ്ത് എന്താണെന്നറിയാം, അവർക്ക് പലപ്പോഴും ഫിസിക്സ് മനസ്സിലാകുന്നില്ല, ഫിസിക്സിൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അതിനെ ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടേണ്ട കുട്ടികളെ. നമ്മൾ ചില ടീച്ചേഴ്സൊക്കെ എന്താ ചെയ്യാമെന്നറിയാം, ചാപ്റ്റർ ഇങ്ങനെ പഠിപ്പിക്കും, എന്നാൽ അതിന് ശേഷം പ്രോബ്ലം ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ അങ്ങനെയല്ല. വി വിൽ ഇൻ്റഗ്രേറ്റ് പ്രോബ്ലംസ് ഇൻ ടു അവർ ക്ലാസ്സസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അതിനൊന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ട. നിങ്ങളുടെ ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, പ്രൊഫഷണൽ ആവണം, സയൻറ്റിസ്റ്റ് ആവണം, നഴ്സ് ആവണം. നിങ്ങളുടെ സ്വപ്നം എന്താണെങ്കിലും അതിന് ഫിസിക്സ് ചെയ്യേണ്ട പാർട്ട് ചെയ്യാനായിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കും, ഡെഫിനറ്റായിട്ടും സഹായിക്കും. എന്നാൽ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ? ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇലക്ട്രിക് ഫീൽഡ് എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുക. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം ഒരുപക്ഷെ പറയുകയാണെങ്കിൽ അതിങ്ങനെയാണ്. സെക്കൻഡ് ഇയർ ഫിസിക്സിലെ എല്ലാ പേജുകളിലും ഇലക്ട്രിക് ഫീൽഡ് എന്ന വാക്ക് കാണും നിങ്ങൾ. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന കൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ആ ആശയത്തെ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ പതിയണം അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെൻ്റ് കൊണ്ടാണ് സാധാരണഗതിയിൽ ഈ ചാപ്റ്റർ ആരംഭിക്കുക. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, കുറച്ച് പേപ്പർ പീസസ് ഇങ്ങനെ കട്ട് ചെയ്തിടുക, ചെറിയ പേപ്പർ ബിറ്റ്സ്. നിങ്ങളുടെ സിസേഴ്സ് ഉപയോഗിച്ച് ജസ്റ്റ് കട്ട് എ ഫ്യൂ പേപ്പർ ബിറ്റ്സ്. ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ സ്കെയിൽ എടുക്കുക. ആ സ്കെയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ പിടിക്കുക, അതിന് മേലെ ഇങ്ങനെ പിടിക്കുക. വിൽ യു ഒബ്സർവ് സംതിങ്? നത്തിങ്, നോ ചേഞ്ചസ്, ഒന്നും സംഭവിക്കുന്നില്ല. പേപ്പർ പീസിൻ്റെ മേലെ സ്കെയിൽ യു ആർ ഹോൾഡിങ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. എന്നാൽ വാട്ട് യു ഹാവ് ടു ഡു നെക്സ്റ്റ് ഈസ് യു ടേക്ക് ദറ്റ് സ്കെയിൽ ആൻഡ് റബ്ബ് ഓൺ യുവർ ഡ്രൈ ഹെയർ. ഡ്രൈ ഹെയറിൽ നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക. എന്നിട്ട് ഇഫ് യു ബ്രിങ് ഇറ്റ് അഗെയിൻ ഹിയർ, വാട്ട് ഹാപ്പൻസ് ഈസ് യു വിൽ സീ ലോട്ട് ഓഫ് പേപ്പർ ബിറ്റ്സ് ആർ ജമ്പിങ് ടു ദ സ്കെയിൽ. സ്കെയിലിലേക്ക് പേപ്പർ ബീറ്റ്സ് എല്ലാം കൂടെ എന്താ ചെയ്യുക, ഇങ്ങനെ ജമ്പ് ചെയ്ത് വീഴും. അതെന്താ സംഭവിച്ചത്? ഇപ്പം പെട്ടെന്ന് എന്താ സംഭവിച്ചത്? എന്ത് മാജിക്കാണ് നമ്മളുടെ റബ്ബിങ്ങിൽ സംഭവിച്ചത്? ഇത് നമുക്ക് വിശദീകരിക്കണ്ടേ? ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു കഥയുണ്ടാക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് കൂട്ടുകയാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണ്. ഇറ്റ് ഈസ് എൻ എക്സ്പ്ലനേഷൻ സ്ട്രാറ്റജി. ഒരു കഥ ഉണ്ടാക്കുന്നതാണ് നമ്മൾ. ബട്ട് അവർ സക്സസ് ഈസ് വി ബിൽറ്റ് ടെക്നോളജി ബേസ്ഡ് ഓൺ ദീസ് സ്റ്റോറീസ്. അതാണ് നമ്മളുടെ വിജയം അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഇതിനൊരു വിശദീകരണം നൽകുന്നത് എങ്ങനെയാണെന്നറിയോ? അതിരസകരമാണ് ആ വിശദീകരണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ തലയിൽ റബ്ബ് ചെയ്തല്ലോ, ഇതാണ് തല എന്നിരിക്കട്ടെ, ഇത് മുടിയാണ്. ആ മുടിയിൽ നിങ്ങൾ റബ്ബ് ചെയ്തു. ആ മുടിയിൽ റബ്ബ് ചെയ്ത സമയത്ത് സംഭവിച്ചിരിക്കുന്നത്, ഈ മുടിയിലുണ്ടായിരുന്ന ഇലക്ട്രോണുകൾ ഈ സ്കെയിലിലേക്ക് വന്നു എന്നാണ് നമ്മൾ പറയുക. ഇലക്ട്രോണുകൾ സ്കെയിലിലേക്ക് വന്നപ്പോൾ ഉടനെ പേപ്പർ ബിറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ കാരണം എന്താണ്? അതിന് ഫിസിക്സിലൊരു ഫണ്ടമെൻ്റൽ ഐഡിയയാണ് കാരണം. എന്താണെന്നറിയോ? നിങ്ങൾ എഴുതി വയ്ക്കുക. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ എന്ന് എന്നോട് ചോദിക്കരുത്. യു റൈറ്റ് ഇറ്റ് ഡൗൺ. ദിസ് ഈസ് ദി ഐഡിയ. ഇലക്ട്രിക് ചാർജസ്, ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെയാണ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജസ് ഹാസ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. എന്താണ്? ഇലക്ട്രിക് ചാർജസ് ഹാസ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഇലക്ട്രിക് ചാർജുകൾക്ക് അതിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡുണ്ട്. സോ ഇലക്ട്രിക് ചാർജസ് ഹാവ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്.
അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എന്താ ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ അതിനകത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ഇലക്ട്രിക് ചാർജ് ഇവിടെ വന്നല്ലോ, അപ്പോൾ അതിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 100,000 പ്രശ്നങ്ങളുണ്ട്. ഇലക്ട്രിക് ചാർജ് ആദ്യം ഇവിടെ ആയിരുന്നല്ലോ ഇരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഈ സ്കെയിലയിൽ ഇലക്ട്രിക് ചാർജസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താണ് അതിനെ ആദ്യം അട്രാക്റ്റ് ചെയ്യാത്തത്? അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ സ്കെയില്, ഇവിടെ ഹെയർ, ഏത് വസ്തു എടുത്താലും അതിൻ്റെ ഒരു മോളിക്യൂൾ സങ്കല്പിക്കുക. ഓക്കെ, അതിൻ്റെ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് എ ന്യൂക്ലിയസ് അല്ലേ? ആ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഒക്കെ ഉണ്ട്. പ്രോട്ടോണിന് ചാർജ് ഉണ്ട്, സ്വാഭാവികമായിട്ടും അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും ന്യൂക്ലിയസിന് ചുറ്റും. എന്നാൽ അതിന് ചുറ്റും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ഈ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അത് സെൻറ്ററിൽ ഇരിക്കുന്ന പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പ്രോട്ടോണിൻ്റെ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രോണിൻ്റെ ഇലക്ട്രിക് ഫീൽഡും കൂടെ അത് തമ്മിൽ ഓപ്പോസിറ്റ് നേച്ചറാണ്. രണ്ട് ചാർജസ് ആണല്ലോ അതിനുണ്ടാവുക. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് നേച്ചർ ഉള്ളത് കൊണ്ട് ഈ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ആശയം മനസ്സിലായോ? അതുകൊണ്ടാണ് ആദ്യം സ്കെയിലിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഹെയറിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് എന്താ? ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് റബ്ബിംഗ് വാട്ട് ഹാപ്പൻഡ് ഈസ് few electrons were transferred to the scale from the hair. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇവിടെ എക്സസ് ഇലക്ട്രോണുകളുണ്ട് അല്ലേ? ഇവിടെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജായി, ഇത് പോസിറ്റീവ് ചാർജായി, ഇത് നെഗറ്റീവ് ചാർജായി എന്നാണ് നമ്മൾ പറയുക അല്ലേ? അപ്പോൾ ഈ ചാർജ് വന്നതുകൊണ്ട് അത് ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്കെയിലിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡാണ് പേപ്പർ ബിറ്റ്സിനെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് കൃത്യമായി നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പേപ്പർ ബിറ്റിനെ നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ഇത് സ്കെയിലിലെ ഇലക്ട്രോണുകൾ ആണെന്നിരിക്കട്ടെ, അല്ലെ നെഗറ്റീവ് ചാർജ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ പേപ്പർ ബിറ്റ്സിലെ ഇലക്ട്രോണുകൾ, ഞാൻ ഇലക്ട്രോണായിട്ട് തന്നെ വരച്ചു, ആ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഈ പേപ്പർ ബിറ്റ്സിലെ ഇലക്ട്രോണുകളെ ഇങ്ങനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ ഭാഗം പോസിറ്റീവ് ആകും, ഈ ഭാഗം നെഗറ്റീവ് ആവും. ഇലക്ട്രോണുകൾ അവിടെ നിന്ന് ഇങ്ങനെ ഈ സൈഡിലേക്ക് വരും, ശരിയല്ലേ? അപ്പോൾ അതിനെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് കയറുന്നതാണ്. ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? എങ്ങനെയാണ് ഓർ ഹൗ ദിസ് ഓർ വൈ ദിസ് പേപ്പർ ബിറ്റ്സ് ആർ ജമ്പിങ് ടു ദ സ്കെയിൽ എന്ന ചോദ്യത്തിന് നമ്മൾ എന്ത് ഉത്തരമാണ് നൽകുക? വി സേ ലൈക്ക് ദിസ്. ഞാൻ പറയുന്ന കാര്യം ശരിയാണോ നിങ്ങൾ കേൾക്കണേ? അവിടെയാണ് ഈ ആശയങ്ങൾ വ്യക്തമാകണമെന്ന് നമ്മൾ പറയുന്നത്. പേപ്പർ ബിറ്റ്സ് ആർ അട്രാക്റ്റഡ് ബൈ ദ സ്കെയിൽ. ഈസ് ഇറ്റ് റൈറ്റ്? നോ. പേപ്പർ ബിറ്റ്സ് ആർ അട്രാക്റ്റഡ് ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ സ്കെയിൽ. ഈസ് ഇറ്റ് റൈറ്റ്? നോ 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 നോ. പേപ്പർ ബിറ്റ്സ് ആർ അട്രാക്റ്റഡ് ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ ചാർജ്ഡ് സ്കെയിൽ. ഇപ്പോൾ ചാർജുള്ള സ്കെയിലാണത്. സോ ദാറ്റ് ഈസ് ഹൗ വി എക്സ്പ്ലെയിൻ ദാറ്റ് സിറ്റുവേഷൻ. എങ്ങനെയാണ് പറയുക? പേപ്പർ ബിറ്റ്സ് ആർ attracted by the electric field of the charged scale. Okay, അങ്ങനെയെങ്കിൽ if you show some paper bits over here, will those paper bits be jumping to the hair also? Definitely there is electric field around the hair also, but we are not bothered of that. I hope you understood that situation. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ പഠിച്ചതെന്നറിയോ? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാനാണ് പഠിച്ചത്. എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുക? ഒരു ന്യൂട്രലായ ഒബ്ജക്റ്റിലേക്ക് നമ്മളുടെ സ്കെയിൽ ആദ്യം അങ്ങനെയായിരുന്നു. ദിസ് വാസ് ദ ഇനീഷ്യൽ സ്കെയിൽ. ഓക്കെ, ദിസ് വാസ് ന്യൂട്രൽ, നോ എക്സ്ട്രാ ചാർജസ്. കറക്റ്റ് നോ? അവിടേക്ക് നമ്മൾ ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ചാർജ്ഡ് സ്കെയിലായി. എന്ത് തരത്തിലുള്ള ചാർജാണ് വന്നത്? നെഗറ്റീവ് ചാർജായി. ഹെഡ് പോസിറ്റീവ് ചാർജായി. നിങ്ങൾ ശ്രദ്ധിക്കണേ. സോ ഇഫ് യു ട്രാൻസ്ഫർ ഇലക്ട്രോൺസ് ഫ്രം വൺ ഒബ്ജക്റ്റ് ടു അനദർ ഒബ്ജക്റ്റ്, the object from where you transferred the electrons has become positive and the object where you got or you gave the electrons will become negative. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ വഴിയാണ് നമ്മൾ ചാർജിങ് എന്ന പ്രോസസ്സ് നടത്തുന്നത്. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഈ സ്കെയിലിലേക്ക് നമുക്ക് കുറച്ച് പ്രോട്ടോണിനെ കൊടുത്താൽ അതിനെ പോസിറ്റീവ് ചാർജ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് പോസിറ്റീവ് ചാർജ് positively charged by providing protons. But the problem is protons are well inside the nucleus and you cannot easily access it. അപ്പോൾ ആ പ്രാക്ടിക്കലായിട്ട് ഈ ചാർജിങ് എന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് ഐഡിയ. റൈറ്റ് ഇറ്റ്. ചാർജിങ് ഈസ് എ പ്രോസസ് ഓഫ്
ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ചാർജിങ് ഈസ് എ പ്രോസസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. നിങ്ങൾ നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കണം. അപ്പോൾ എവിടേക്കാണോ നിങ്ങൾ ഇലക്ട്രോണിനെ കൊടുത്തിരിക്കുന്നത് ആ വസ്തുവിന് നെഗറ്റീവ് ചാർജ് ആകും. എവിടെ നിന്നാണോ എടുത്തിരിക്കുന്നത് ആ വസ്തുവിന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. ആശയം മനസ്സിലായോ? ഇനി ഈ എൻട്രൻസ് ക്വസ്റ്റ്യൻസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരിക്കലൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങളൊരു സ്കെയിലിനെ, ന്യൂട്രലായ സ്കെയിലിനെ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നു, അതിൻ്റെ വെയ്റ്റിൽ വ്യത്യാസം ഉണ്ടാകുമോ? വെയ്റ്റിൽ വ്യത്യാസം ഉണ്ടാകുമോ? വെയ്റ്റിൽ വ്യത്യാസം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, ഈ സ്കെയിലിനെ നിങ്ങൾ നെഗറ്റീവായി ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ഈസ് യു പ്രൊവൈഡഡ് എക്സ്ട്രാ ഇലക്ട്രോൺസ് ടു ദാറ്റ്. When you are providing some extra thing to this, what happens is its mass increases, its weight increases. Correct, no? So when you are positively charging it, something you are removing, electrons you are removing, so its mass will decrease, its weight will decrease. നോക്കിക്കേ, അപ്പോൾ ആശയം വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ കാര്യം നന്നായിട്ട് ഓർത്തിരിക്കണം. അനദർ ഫണ്ടമെൻ്റൽ ഐഡിയ ടുഡേ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഈസ് ഹൗ വി ചാർജ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, പ്രോട്ടോൺ ട്രാൻസ്ഫർ കൊടുത്താലും മതി, പ്രോട്ടോൺ കൊടുത്താലും മതി, ബട്ട് ഈസ് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ? നോ. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇലക്ട്രോണിനെ എടുക്കുക എന്നാണ് ചെയ്യുക. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മളിതിന് പോസിറ്റീവ് ചാർജ് കൊടുത്തു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഹെഡിന് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തു എന്നാണ് പറയുക. ഹാവ് യു ഗിവ് സംതിങ് ടു ദാറ്റ് ഹെയർ? നോ, നമ്മളൊന്നും കൊടുത്തിട്ടില്ല. എന്താ ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോണുകളെ ഇങ്ങോട്ട് എടുത്തു മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ആ ഫണ്ടമെൻ്റൽ ഐഡിയ നിങ്ങൾ ഓർത്തിരിക്കണം. ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴിയാണ് നമ്മൾ ചാർജിങ് നടത്തുക. ഇഫ് യു give electrons to an object, that object will become negatively charged, and if you take electrons from an object, that object will become positively charged. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ നോട്ടിൽ നിങ്ങൾ എഴുതി വെക്കണം ഇങ്ങനെ, എന്താണ്? പേപ്പർ ബിറ്റ്സ് ഇങ്ങനെ ഇങ്ങോട്ട് ചാടുന്നു. എന്താ നമ്മൾ എഴുതുക? പേപ്പർ ബിറ്റ്സ് ആർ അട്രാക്റ്റഡ് ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ ചാർജ്ഡ് സ്കെയിൽ. അപ്പോൾ ചാർജ് കൊണ്ട്, എക്സ്ട്രാ ചാർജ് വന്നുകൊണ്ടാണ് ആ സ്കെയിലിന് ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയത്. ഇനി അത് രസകരമായ ഒരു ഒബ്സർവേഷൻ ഒരുപക്ഷെ നിങ്ങൾ സൂക്ഷ്മമായി നടത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയോ? ഇങ്ങോട്ട് കുറേ ഈ പേപ്പർ ബിറ്റ്സ് ഇങ്ങനെ ചാടി വീഴുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 1-2 പേപ്പർ പീസസ് പെട്ടെന്ന് തന്നെ തിരിച്ചങ്ങോട്ട് വീഴും, പെട്ടെന്ന് തിരിച്ചു വീഴും. അതെങ്ങനെയായിരിക്കും സംഭവിക്കുക? നമുക്കത് വിശദീകരിക്കാം. ഇങ്ങനെയാണ് അത്. നിങ്ങൾ ഇങ്ങനെ ഈ പേപ്പർ പീസ് നോക്കുക. ഇപ്പോൾ ഇവിടെ അട്രാക്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് മാറിപ്പോയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്നു, അട്രാക്ഷൻ നടക്കുന്നു. അട്രാക്ട് ചെയ്ത് കൂട്ടി മുട്ടി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ഈ ഇലക്ട്രോണുകൾ, ഇവിടെ കുറേ ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് സംഭവിക്കും. ഇവിടെ കുറേ ഇലക്ട്രോണുകളുണ്ട്. ആ കുറേ ഇലക്ട്രോണുകളിൽ കുറച്ച് ഇലക്ട്രോണുകൾ ഈ പേപ്പർ പീസിലേക്ക് വരും. അപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? നോക്കിക്കുക, ഇതാണ് ആ സ്കെയിലിൻ്റെ പാർട്ട്. ഇവിടെ ഇലക്ട്രോണുകളുണ്ട്. ഈ പേപ്പർ പീസിൻ്റെ ഈ ഭാഗത്തേക്ക് കുറച്ച് ഇലക്ട്രോണുകൾ അങ്ങോട്ട് വന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? വീണ്ടും ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ദേ റിപ്പൽ ഈച്ച് അതർ. സോ വാട്ട് വിൽ യു ഒബ്സർവ് ഈസ് ഫ്യൂ പേപ്പർ ബിറ്റ്സ് will be immediately thrown back to the ground or back to the table when you are doing this experiment. I hope you understood that. രസമില്ലേ അത്? നിങ്ങൾ അങ്ങനെ അത് മനസ്സിലാക്കണം. ഓക്കെ, ഇനി രസകരമായൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഈ ഇവിടെ സ്കെയിലിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ കാരണം അതിൽ ചാർജ് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ എത്ര ചാർജ് ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ? എത്ര ചാർജാണ് ഇതിന് കൊടുത്തത് എന്നറിയണമെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റലി വി ഹാവ് ടു ഡിസൈഡ് സം ചാർജ് ഫോർ ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പല എക്സ്പെരിമെൻറ്റുകൾ വഴി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. തോംസൺസ് എക്സ്പെരിമെൻ്റൊക്കെ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ? നമ്മൾ അതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. എത്ര ഇലക്ട്രോണിൻ്റെ ചാർജ് എന്നറിയോ? ഇന്ന് നിങ്ങൾ ആദ്യം കാണാതെ പഠിക്കേണ്ട കാര്യം അതാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക: E is equal to -1.6 × 10⁻⁻⁹ C എന്നാണ് നമ്മൾ എഴുതുക. C സ്റ്റാൻഡ്സ് ഫോർ കൂളോം, COULOMB, കൂളോം. അത് ചാൾസ് അഗസ്റ്റസ് കൂളോം എന്ന് പറയുന്ന ഒരു എൻജിനീയറാണ്, ഫ്രഞ്ച് എൻജിനീയറാണ്. അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂളോം എന്ന യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പഠിക്കണം. ഇലക്ട്രോണിൻ്റെ ചാർജ് ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻⁹ കൂളോം. അന്ന് പറഞ്ഞ് പഠിച്ച എല്ലാവരും ഉറക്കെ പറഞ്ഞു പഠിക്കുക.
ക്ലാസ്സിലിരിക്കുന്ന സമയത്താണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാതെ നമ്മൾ പഠിക്കണം. എങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് അത് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ഒന്ന് കാണാതെ പഠിക്കണം. ഈ ഈക്വൽ ടു -1.6 × 10⁻⁻⁹ കൂളോം പഠിച്ചോ എല്ലാവരും? ഇനി ഇപ്പോൾ ഈ ഒരു ഇലക്ട്രോണിനെയാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതെന്ന് സങ്കല്പിക്കുക. സീ ദ സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ദ സ്കെയിൽ യു ആർ ഹാവിങ്. ദിസ് ഈസ് ദ ഹെയർ, ഹെഡ് ആൻഡ് ഹെയർ. ഓക്കെ, കുറച്ചുകൂടെ വരയ്ക്കാം അല്ലേ? അതാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ ചാർജ് ഓഫ് ദി സ്കെയിൽ? 1 ഇലക്ട്രോൺ കെയിം ഹിയർ. മീൻസ് ദ ചാർജ് ഓഫ് ദ സ്കെയിൽ ഈസ് Q എന്ന സിമ്പലാണ് നമ്മൾ ഉപയോഗിക്കുക. എന്താണ്? Q ഓഫ് ദ സ്കെയിൽ ഈസ് ഈക്വൽ ടു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്നാണ് നമ്മൾ എഴുതുക. അത് സ്വാഭാവികമായിട്ടും ഇത്രയുമാണ്, മൈനസ് ആണ് അല്ലേ? ഇനി Q ഹെഡ് ആണെങ്കിലോ പ്ലസ് ഇ ആണ്. അപ്പോൾ ഇതിന് +E ചാർജ് വന്നു, ഹെയറിന് +E ചാർജ് വന്നു, ഇതിന് -E ചാർജ് വന്നു. ഇലക്ട്രോണും ഈ നിങ്ങൾ പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും പ്രോട്ടോൺ ആണെന്ന് ധരിക്കാൻ പാടില്ല. ഇലക്ട്രോണിൻ്റെ വേക്കൻസിയാണ്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയാണ്, അല്ലെങ്കിൽ ആബ്സെൻസ് ആണ് എന്തായിട്ട് നമ്മൾ പറയുന്നത്? പോസിറ്റീവ് ചാർജായിട്ട് പറയുന്നത്. അപ്പോൾ സ്കെയിലിൻ്റെ മനസ്സിലായി, ഹെഡിൻ്റെ മനസ്സിലായി. ഇനി 2 ഇലക്ട്രോണാണ് കൊടുക്കുന്നതെങ്കിലോ 2E ഉണ്ടാവും. 3 ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ 3E ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി മാത്രമേ നിങ്ങൾക്ക് ഒരു വസ്തുവിനെ ചാർജ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു അടിസ്ഥാനപരമായ കാര്യം നമുക്ക് മനസ്സിലാകുകയാണ്. ഒരു വസ്തുവിലെ ചാർജ് എന്ന് പറയുന്നത് Q ഓഫ് എനി ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മൾട്ടിപ്പിൾ ചാർജസ് ആയിരിക്കും അല്ലേ? ഇലക്ട്രോണിക് ചാർജിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് Q ഓഫ് എനി ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഇത് മൈനസായി ഇത് പ്ലസ്സായി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ഒന്നുകിൽ മൈനസ് ആയിരിക്കും അല്ലെങ്കിൽ പ്ലസ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് NE എന്നാണ് നമ്മൾ എഴുതുക. പ്ലസ് ഓർ മൈനസ് NE. വാട്ട് ഈസ് ദാറ്റ് N? N ക്യാൻ ബി എനി നമ്പർ. N is equal to 1, 2, 3, etc. Any number which how many electrons you are transferring. ഓക്കെ, അപ്പോൾ ഈ ആശയം ഫണ്ടമെൻ്റലായിട്ടുണ്ടായിരിക്കും. ഏതൊരു വസ്തുവിൽ നിങ്ങൾ ചാർജ് കണ്ടാലും അത് ഇലക്ട്രോണിക് ചാർജിൻ്റെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ ആശയത്തെ നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നാണ് പറയുക. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്? പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്? സോ ഹൗ വിൽ യു സ്റ്റേറ്റ് ദാറ്റ്? Quantization of charge states that charge on any object is an integral multiple of electronic charge. So Q is equal to plus or minus NE. എന്താ ഈ പ്ലസും മൈനസും വന്നത്? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് 2 ചാർജും കൂടെ വരുമോ? ഇല്ല. ഒരു ഒബ്ജക്റ്റിൽ, ഒരു ചാർജഡ് ഒബ്ജക്റ്റിൽ ഒന്നുകിൽ പ്ലസ് വരും, മീൻസ് ഇലക്ട്രോൺസ് ആർ ലോസ്റ്റ്, അല്ലെങ്കിൽ മൈനസ് വരും, മീൻസ് ദാറ്റ് ഒബ്ജക്റ്റ് ഗോട്ട് ഇലക്ട്രോൺസ്. ഹാവ് യു ഗോട്ട് ദറ്റ് ഐഡിയ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു സ്കെയിലിലേക്ക്, ഉദാഹരണത്തിന് ഈ സ്കെയിലിലേക്ക് നിങ്ങൾക്ക് 1/2 ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ? നോ, യു ക്യാൻ നെവർ ട്രാൻസ്ഫർ ദാറ്റ്. മീൻസ് ആൻ ഒബ്ജക്റ്റ് ദിസ് വാല്യൂ ഓഫ് N ക്യാൻ നെവർ ബി 1.5, 2.3 അങ്ങനെ വരാൻ പറ്റുമോ? വരാൻ പറ്റില്ല. ഒരു ഒബ്ജക്റ്റിലേക്കുള്ള ചാർജ് 1, 2, 3 അത്ര ഇലക്ട്രോൺസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം, എൻട്രൻസ് പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യം. ഒരു വസ്തുവിൻ്റെ ചാർജ് Q ഈസ് ഈക്വൽ ടു 3.2E. വേറൊരു വസ്തുവിൻ്റെ ചാർജ് Q ഈസ് ഈക്വൽ ടു 3.2 × 10⁻⁻⁹ C. ഇതിലേതാണ് ശരി? ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? 3.2E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ യു ഹാവ് ടു ട്രാൻസ്ഫർ പാർഷ്യലി. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. കറക്റ്റ് നോ? ആൻഡ് ഇനി ഇവിടെയാണെങ്കിലോ ഇത് 1.6ൻ്റെ ഇരട്ടിയാണ് അല്ലേ? മീൻസ് യു ട്രാൻസ്ഫേർഡ് 2 ഇലക്ട്രോൺസ്. കറക്റ്റ് നോ? സോ ഇഫ് ദിസ് Q ഈസ് ഗിവൺ ഹിയർ N യു ആർ ഗോയിങ് ടു ഗെറ്റ് അസ് 2. അപ്പോൾ ആ ആശയം നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും, എന്നാൽ ഇങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് കുട്ടികളെ പഠിച്ചത്. എന്താണ് 2 കാര്യങ്ങൾ പഠിച്ചത്? 2 ഫണ്ടമെൻ്റൽ ഐഡിയാസാണ് പഠിച്ചത്. ഒന്നാമത്തെ കാര്യം, ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നതാണ്. അതിൻ്റെ ഒരു ഇഫക്റ്റാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. നമ്മൾ കുറേ ഇഫക്റ്റുകളെക്കുറിച്ച് ഇനി പഠിക്കാൻ പോകുന്നു. സോ ദ ഐഡിയ ഈസ് ഇലക്ട്രിക് ചാർജസ് ഹാവ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താണ്? ചാർജ് ഓൺ എനി ഒബ്ജക്റ്റ്
ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇനി നിങ്ങൾ ഇപ്പം നമ്മൾ ഈ സാധാരണഗതിയിൽ ചാർജ് ചെയ്യുക എന്ന പ്രോസസ്സിൽ കുറേ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും, കുറേ ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ ഒരു വസ്തുവിൽ കുറേ ചാർജ് ഉണ്ടെന്ന് പറയുമ്പം എത്ര ചാർജ് എന്നുള്ള കൺസെപ്റ്റിൽ, അതായത് എത്ര എണ്ണം ഇലക്ട്രോണുകൾ എന്ന കാര്യത്തിന് വലിയ പ്രസക്തിയില്ല, നമ്മൾ അതിനകത്തേക്ക് വരുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് നമ്മൾ കുറച്ച് ഭാഗം, ബീയിങ് ദ ഫസ്റ്റ് ക്ലാസ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ, കുറച്ച് കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യം സ്വയം വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കുക, സ്വയം ആ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുക, ഹൃദ്യസ്ഥമാക്കുക നമ്മൾ പറയാറില്ലേ, അങ്ങനെ ചെയ്യാം. 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പറയും. തുടക്കത്തിൽ നമ്മളൊരു അരമണിക്കൂറിൻ്റെ ചെറിയ ക്ലാസ്സുകളാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആദ്യം പെട്ടെന്ന് മടുത്തുമല്ലോ എന്ന് കരുതിയിട്ടാണ് നീളത്തിലുള്ള ക്ലാസ്സുകൾ, ലോങ്ങർ ക്ലാസ്സസ് ആക്കണോ എന്താ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ പറയണം. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയാം, നന്നായിട്ടിത് വായിച്ച് പഠിച്ച് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഞാനിവിടെ എഴുതി കാണിക്കും. എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് ഹോംവർക്ക് ഉണ്ടായിരിക്കും. ക്ലാസ്സുകൾ ഹോംവർക്ക് ഇല്ലാതെ പോവില്ല. അപ്പോൾ ഹോംവർക്കുകൾ അതിനകത്തുള്ള വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ആയിരിക്കും, ചിലപ്പോൾ എക്സർസൈസിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും. ഇന്ന് നമ്മൾ എക്സർസൈസിൽ നിന്ന് 1.4 എന്ന എക്സർസൈസാണ് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. പിന്നെ അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. പൂർണ്ണമായും വായിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാതെ വരും. NCERT ബുക്ക് നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഏറ്റവും നല്ല ഒരു ലിറ്ററേച്ചറാണ് ഫിസിക്സിൻ്റെ. അപ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് പഠിക്കണം. നമുക്ക് അതിനൊക്കെ ഇനി സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നമ്മുടെ ക്ലാസ്സിനെക്കുറിച്ച് പറയണം. അങ്ങനെ ഫിസിക്സിനെ ഇഷ്ടപ്പെടാൻ തയ്യാറായിരിക്കുക. ബുദ്ധിമുട്ടായ നിങ്ങൾക്ക് ഫിസിക്സ് പറയണം കേട്ടോ, കമൻറ്റിൽ പറയുക. നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മളുടെ കമൻറ്റിൽ പറയുക. വാട്സപ്പിൽ പറയാം നിങ്ങൾക്ക്. ഇഫ് യു ഹാവ് എനി കണ്ടിന്യൂസ് ഡൗട്ട്സ് ലൈക്ക് എന്താ സാർ അങ്ങനെ, അതെന്താണ് ഇങ്ങനെ, അങ്ങനെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ജോയിൻ അവർ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് യു ക്യാൻ കോൺടാക്ട് മീ പേഴ്സണലി ഓൺ വാട്സാപ്പ്. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.